الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وقالوا اتخذ الله ولدا سبحانه، وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون. بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലായികത്തുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് മക്കയിലെ മുശ്രിക്കുകളും, ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് യഹൂദന്മാരും, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് നസാറാക്കളും അഥവാ ക്രൈസ്തവരും വിശ്വസിച്ചിരുന്നു. അവരങ്ങനെ പ്രചരിപ്പിക്കുന്നു, അതവരുടെ ദഅവത്താണ്. എന്നാൽ അള്ളാഹുവിനൊരു പുത്രനുണ്ട്, അല്ലെങ്കിൽ പുത്രിയുണ്ട്, ഒരു സന്താനമുണ്ട് എന്ന വാദത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പ്രവാചകന്മാരുടെ പാരമ്പര്യം അത് അംഗീകരിക്കുന്നില്ല. കാരണം അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ വളരെ കൃത്യമായി ധാരാളക്കണക്കിന് ആയത്തുകൾ, ഡസൻ കണക്കിന് ആയത്തുകളിലൂടെ റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ കാര്യമാണത്. അവനൊരു ഇണയോ തുണയോ ഇല്ല, അവന് സമമായി ഒരാളുമില്ല എന്നത്. അള്ളാഹ്ക്കൊരു പുത്രനില്ല എന്നുള്ള ഖണ്ഡിതമായി പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിന്റെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ വാക്കെന്തറിയൂ? ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ. ഒരു സന്തതിയെ സ്വീകരിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്നത് അവൻ തെരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ്. ഇമാം ബഗവി അടക്കമുള്ള മുഫസ്സിറുകൾ അവൻ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു പറഞ്ഞാൽ ഐ മിനൽ മലായിക, മലക്കുകളിൽ നിന്നൊരു പുത്രനെ തെരഞ്ഞെടുക്കുമായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല? തെരഞ്ഞെടുത്തില്ല. അവൻ എത്ര പരിശുദ്ധൻ, ഏകനും സർവാധിപതിയുമായ അള്ളാഹു എത്രയെന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയം 19-ാം അധ്യായത്തിന്റെ 92-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, വമാ യംബഗീ ലിർറഹ്മാനി വലദ. റഹ്മാനായുള്ളവന് അഥവാ അള്ളാഹുവിന് ഒരു സന്താനത്തെ സ്വീകരിക്കൽ യോജിച്ചതല്ല. ഒരിക്കലും ആ പണി അള്ളാഹ്ക്ക് യോജിക്കൂല എന്നാണ്. അള്ളാഹുവിനത് യോജിക്കൂല എന്നാണ്. വിശുദ്ധ ഖുർആനിൽ വീണ്ടും ഒരുപാട് സ്ഥലത്ത് അള്ളാഹു പറഞ്ഞ കാര്യമാണത്. അള്ളാഹുവിന്റെ മഹത്വത്തിനും പരമമായ പരിശുദ്ധതക്കും നിരക്കാത്തതാണ് ഈ വാദം. ഏത്? അള്ളാഹ്ക്ക് പുത്രനുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് മകനുണ്ട് എന്ന വാദം. ഒരിക്കലും അത് ഇസ്ലാമികമായി ശരിയല്ല, പ്രകൃതിപരമായി തെറ്റാണ്. 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇന്റെ 171-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നമല്ലാഹു ഇലാഹു വാഹിദ് സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീല. അല്ലാഹു ഏക ആരാധ്യൻ മാത്രമാകുന്നു,
തനിക്കൊരു സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനത്രേ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവന്റേതാകുന്നു. കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതി. നോക്കൂ, എത്ര സ്ഥലത്ത് വീണ്ടും കാണാം. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയം 35-ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹു പറയാണ്, മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദ് സുബ്ഹാന. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിന് ഉണ്ടാകാവതല്ല, ഉണ്ടാകാൻ പാടില്ല. എല്ലായിടത്തും അല്ലാഹു തആല അവനെ പ്രത്യേകം അതിൽ നിന്ന് മാറ്റി പരിശുദ്ധപ്പെടുത്തുന്നു. സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധനാണെന്ന്. ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അപ്പോൾ അത് ഉണ്ടാകുന്നു. ഉണ്ടാകൂ എന്ന് പറയുന്നു, ഉണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു, അപ്പോൾ അത് ഉണ്ടാകുന്നു എന്നാണ്. എത്ര സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ധാരാളമായി കാണാം. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 116-ാമത്തെ ആയത്ത്. അവിടെ എന്താ അല്ലാഹു പറഞ്ഞത്? ഞാൻ തുടക്കത്തിൽ ഓതിയതാണ്. അല്ലാഹു പറഞ്ഞ വാക്കെന്താ? വഖാലു ഇത്തഖദല്ലാഹു വലദ സുബ്ഹാനഹു ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുൻ ലഹു ഖാനിതൂൻ. അവര് പറയുന്നു അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. മക്കത്തെ മുശ്രിക്കുകൾ അത് വാദിച്ചു, മലായിക്കത്തുകൾ പെൺമക്കളാണെന്ന്. യഹൂദന്മാര് വാദിച്ചു ഉസൈർ ഇബ്നുല്ലാ എന്നാണ്. നസാറാക്കൾ വാദിച്ചു മസീഹ ഈസ അത് ഇബ്നുല്ലയാണ് എന്ന്. അത് വളരെ മോശമാണ്. അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നത് പറയുന്നു. സുബ്ഹാന, സുബ്ഹാന, അവൻ എത്ര പരിശുദ്ധൻ. എന്നാൽ കാര്യം അങ്ങനെയല്ല. ബൽ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലുൻ ലഹു ഖാനിതൂൻ. അങ്ങനെയല്ല, ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ അവന്റേതാകുന്നു, എല്ലാവരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നവരുമാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? ബദീഉസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനത്രേ അവൻ. വഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, ഉടനെ അത് ഉണ്ടാകുന്നു. സൂറത്തുൽ ബഖറ 116-117 ആയത്തുകളിൽ അല്ലാഹു തആല പറയും. അതായത് അല്ലാഹ്ക്കൊരു പുത്രനുണ്ട് എന്ന വാദത്തിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നു ഈ ആയത്തുകളിൽ മുഴുവനും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്രവാദം അത് കുഫ്റാണ്, ശിർക്കാണ്, മഹാപാപമാണ്. കാരണം അല്ലാഹു തആല സൃഷ്ടികളിൽ നിന്നെല്ലാം പരമപരിശുദ്ധനാണ്. എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളിലും പരിപൂർണനും പരമോന്നതനുമാണവൻ. എന്നിരിക്കെ സൃഷ്ടികളെപ്പോലെ അവന് മക്കളുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നത് അവിടെ വിഷയം. ഇതാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റേതാണ്. ലഹൂ മാ ഫിസ് സമാവാതി വൽ അർദ് എന്നല്ലാഹു പറഞ്ഞു. എല്ലാം അവൻ സൃഷ്ടിച്ചതാണ്. ഈ കാണുന്നതെല്ലാം, കേൾക്കുന്നതെല്ലാം, പ്രപഞ്ചത്തിലെല്ലാം കോടാനുകോടി ഗാലക്സികൾ അല്ലാഹു പടച്ചതാണ്. അവന്റെ ഉടമയിൽ, അവന്റെ നിയന്ത്രണവും അധികാരവും അനുസരിച്ചാണ് നിലകൊള്ളുന്നത്. ഖാലിഖും മാലിക്കും റാസിഖും മുദബ്ബിറും അല്ലാഹുവാണ്. അതിലൊന്നും തന്നെ അല്ലാഹ്ക്ക് ഇണയോ തുണയോ സഹായികളോ പങ്കുകാരോ ഇല്ല. ഈസയോ, ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയോ അല്ലെങ്കിൽ ഉസൈറോ മലായിക്കത്തുകളോ എന്ന് വേണ്ട, ഒരു ഒറ്റ വസ്തുവും ഇതിൽ നിന്നൊഴിവല്ല. എല്ലാം അല്ലാഹു പടച്ചതാണ്. എന്നിരിക്കെ അള്ളാന്റെ സൃഷ്ടികളിൽ ചിലത് മാത്രം എങ്ങനെ അവന്റെ സന്താനങ്ങളാകും? അള്ളാഹു പറഞ്ഞതുപോലെ എന്താ അള്ളാഹു പറഞ്ഞ വാക്കറിയോ? അന്നാ യകൂനു ലഹു വലദു വലം തകുൻ ലഹു സ്വാഹിബ. അവനെങ്ങനെ ഒരു സന്താനം ഉണ്ടാകും? അള്ളാഹ്ക്ക് എങ്ങനെ ഒരു പുത്രൻ ഉണ്ടാകും? കാരണം എന്താ? അവനൊരു കൂട്ടുകാരിയുമില്ലല്ലോ, അള്ളാഹ്ക്കൊരു ഇണയില്ല, ഒരു ഭാര്യയില്ല. പിന്നെ എങ്ങനെ അവനൊരു സന്താനം ഉണ്ടാകും? വേറൊരു ഭാഗത്തുള്ള പറഞ്ഞു മത്തഖദ സ്വാഹിബതൻ വലാ വലദ. അള്ളാഹ്ക്കൊരു കൂട്ടുകാരിയില്ല, അവനൊരു മകനുമില്ല, ഇണയില്ല, മകനുമില്ല. തുറന്നു പറഞ്ഞു. അങ്ങനെ ഉണ്ടായാൽ ഉലൂഹിയത്ത് തകരും, ഇലാഹിയത്ത് തകരും, വഹ്ദാനിയത്ത് തകരും. കാരണം ഇണകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഭർത്താവിനോടുള്ള കടമയുണ്ട്. അതുകൊണ്ട് ഭർത്താവിനുള്ളത് ഇണകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. മക്കളുണ്ടായാൽ ഇലാഹിയത്ത് ഉലൂഹിയത്ത് തകരും, തൗഹീദ് പൊളിയും. കാരണം എന്താ? ബാപ്പന്റെ ഗുണങ്ങൾ മക്കൾക്കും ഉണ്ടാകണം, മക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അപ്പോൾ ആരാധന തിരിച്ചുവിടേണ്ടി വരും, അതോടുകൂടി തൗഹീദ് പൊളിയും. അതുകൊണ്ട് പാടില്ല.
പാടില്ല. വഖലഖ കുല്ല ശൈ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. എല്ലാ വസ്തുക്കളെയും അല്ലാഹു സൃഷ്ടിച്ചതാണ്, അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിയുന്നവനുമാണ്. 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആം 101-ാമത്തെ ആയത്ത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നതൊക്കെ വിശുദ്ധ ഖുർആൻ മാത്രം. നമുക്ക് എല്ലാവർക്കും അറിയണം 114-ാമത്തെ അധ്യായം, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അർത്ഥശങ്കക്കടയില്ലാത്ത വിധം ഇസ്ലാമിന്റെ തൗഹീദ്. അല്ലാഹു വാഹിദാണ്, അല്ലാഹു അഹദാണ്, അല്ലാഹു സ്വമദാണ്, അവന് തുല്യനായി ആരുമില്ല എന്ന് പച്ചയായ റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിക്കാണ്. ഈ ഒരു ഒറ്റ അധ്യായം മാത്രം മതിയാകും വിശുദ്ധ ഖുർആനിൽ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യർക്ക് തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ. ഒരൊറ്റ അധ്യായം മാത്രം മതിയാവും. അള്ളാഹ് ആർക്കും ജന്മം നൽകിയിട്ടില്ല, അള്ളാഹ് ആരുടെയും സന്താനമായി ജനിച്ചിട്ടില്ല, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. പിന്നെ എങ്ങനെ ഇത്? കാരണം എന്താ? ഒരിക്കലും മക്കളുണ്ടാവുക എന്നത് അള്ളാഹ്ക്ക് യോജിച്ചതല്ല. പ്രിയമുള്ളവർ, ഇസ്ലാമിന്റെ അടിസ്ഥാനമാണത്, ഇസ്ലാമിന്റെ അസ്ലാണത്. മക്കളുണ്ടാവുക എന്നത് അള്ളാഹ്ക്ക് യോജിക്കൂല. അള്ളാഹ് ചോദിക്കാണ്, അള്ളാഹ് ചോദിക്കണം എന്തറിയോ? വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദ ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. സന്താനത്തെ സ്വീകരിക്കുക എന്നത് റഹ്മാനായുള്ളവന് അള്ളാഹുവിന് അനുയോജ്യമാവുകയില്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊരാളും ഒരടിമ എന്ന നിലയിൽ റഹ്മാനായുള്ളവന്റെ അള്ളാഹുവിന്റെ അടുത്ത് വരുന്നവർ മാത്രമായിരിക്കും. വിശുദ്ധ ഖുർആൻ 19-ാം അധ്യായം സൂറത്ത് മറിയം 92-93 ആയത്ത്. വീണ്ടും അല്ലാഹ് 23-ാം അധ്യായം സൂറത്ത് അൽ മുഅ്മിനൂൻ അതിന്റെ 91-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്. അല്ലാഹ് പറഞ്ഞ വക്കതറിയോ? മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ്. അല്ലാഹു യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല. വമാ കാന മഅഹു മിൻ ഇലാഹ്, അവനോടൊപ്പം യാതൊരു ഇലാഹും ഉണ്ടായിട്ടില്ല. ഇനി റബ്ബ് പറയുന്ന വാക്ക് കുറച്ച് രസം കൂടി ചേർന്നതാണ്. മുവഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തമാശ കൂടി വകുപ്പുണ്ട്, എന്നാൽ കുറച്ച് ഗൗരവമാണ്. എന്താണ്? ഇദല്ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വലഅല ബഅദുഹും അല ബഅദ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ, അള്ളാഹ്ക്കൊരു സന്താനം ഉണ്ടാകുമായിരുന്നെങ്കിൽ, അള്ളാഹിനെ കൂടാതെ മറ്റൊരു ആരാധ്യനുണ്ടാകുമായിരുന്നെങ്കിൽ, ഓരോ ഇലാഹും താൻ സൃഷ്ടിച്ചതുമായി പോയി കളയുകയും അവരിൽ ചിലർ അടിച്ചമർത്തുകയും അല്ലെങ്കിൽ ചിലർ അടിച്ചമർത്തുകയും ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. എന്നിട്ട് അള്ളാഹിനെ തന്നെ പരിശുദ്ധപ്പെടുത്താൻ, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്ര പരിശുദ്ധനാണ്. 23-ാം അധ്യായം സൂറത്ത് അൽ മുഅ്മിനൂൻ 93-ാമത്തെ ആയത്ത്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന വാദത്തിന് അള്ളാഹുവിങ്കൽ നിന്നും യാതൊരു തെളിവുമില്ല എന്നതാണ്. എനിക്ക് മോണ്ടെന്ന് ആരാ പറയേണ്ടത്? ഞാനല്ലേ. എനിക്കൊരു കുട്ടിയുണ്ടെന്ന് ആരാ പറയേണ്ടത്? ഞാനാണ്. നോക്കൂ, തനിക്ക് മക്കളുണ്ട് എന്ന് റബ്ബാണ് പറയേണ്ടത്. എന്നാൽ അള്ളാഹു ഖണ്ഡിതമായി പറയുന്നു, അള്ളാഹ്ക്ക് മക്കളില്ല. മലക്കുകൾ അള്ളാന്റെ പെൺമക്കളല്ല. ഉസൈർ അള്ളാന്റെ മകനല്ല. ഈസാ നബി, യേശു ക്രിസ്തു എന്ന പേരിൽ ആധുനികരായി പറയുന്ന ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനല്ല. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പുത്രനില്ല. അപ്പൊ പിന്നെ സന്താനമുണ്ടെന്ന് വാദിക്കുന്നതോ പുത്രനാണെന്ന് വാദിക്കുന്നതോ പല സമൂഹങ്ങളും അങ്ങനെ വാദിച്ചിട്ടുണ്ടല്ലോ. മക്കത്തെ മുശ്രിക്കുകൾ പോലും വാദിച്ചല്ലോ. അതെന്താ? അള്ളാഹ് പറയാ അതിനെക്കുറിച്ച്, അത് ജഹലിന്റെ അടിസ്ഥാനത്തിലാണ്, വിവരമില്ലായ്മയും വിവേകമില്ലായ്മ അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു പറയാണ് അത് അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? ഖാലു ഇത്തഖദല്ലാഹു വലദ സുബ്ഹാന ഹുവൽ ഗനിയ്യു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ أتقولون على الله ما لا تعلمون أتقولون على الله ما لا تعلمون. അള്ളാഹു ഒരു സന്തതിയെ, ഒരു പുത്രനെ അല്ലെങ്കിൽ ഒരു പുത്രിയെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. അള്ളാഹു എത്ര പരിശുദ്ധൻ! ഒരിക്കലും അവനതില്ല. അവൻ പരാശ്രയമുക്തനത്രേ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിന്റേതാകുന്നു. നിങ്ങളുടെ പക്കൽ, ഈ പറയുന്നവരോട് പറയണം, നിങ്ങളുടെ പക്കൽ ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദ,
നിങ്ങളുടെ പക്കൽ ഇതിന് സന്താനമുണ്ട് അള്ളാഹ്ക്ക് എന്നതിന് യാതൊരു പ്രമാണവുമില്ല, ഒരു തെളിവില്ല, ഒരു രേഖയില്ല. പിന്നെയോ അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾക്കറിവില്ലാത്ത നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ? വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 68-ാമത്തെ ആയത്ത്. ഒരുപാട് ആയത്തുകൾ വേറിട്ട് ഞാൻ കുറച്ച് മാത്രം കൂതി കൽപ്പിക്കണം. ലോകത്തിന്റെ നേതാവ് ഖലീലുർ റഹ്മാൻ, അഷ്റഫുൽ വറാ വഖാതമുൽ അംബിയാ ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യാണ്. അദ്ദേഹം പറയാൻ, നബി പറയാണ്, എന്താണ്? ഖാലല്ലാഹ്, അല്ലാഹു പറയാൻ, ഹദീസ് ഖുദ്സിയാണ്, കദ്ദബനി ഇബ്നു ആദമ വലം യകുൽ ലഹു ദാലിക വശതമനി വലം യകുൽ ലഹു ദാലിക. ആദമിന്റെ പുത്രൻ എന്നെ കളവാക്കി. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ സാധാരണ സംസാരിക്കണ പോലത്തെ ഒരു സബ്ജക്റ്റ് അല്ല. നമ്മള് സ്വർഗവും നരകവും വേർതിരിക്കുന്ന വിഷയമാണ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തുന്ന വിഷയമാണ്. അള്ളാഹ് പറയാണ്, റസൂൽ പറയാണ്, അള്ളാഹ് പറയണതായിട്ട് എന്ത്? ആദമിന്റെ പുത്രൻ അഥവാ മനുഷ്യൻ എന്നെ കളവാക്കി. അവനത് പാടില്ലായിരുന്നു. മാത്രമല്ല, അവൻ എന്നെ കുറിച്ച് പഴിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ മോശമായത് അപവാദം പറഞ്ഞു, അതും അവന് പാടില്ലായിരുന്നു. എന്നിട്ട് അള്ളാന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. എന്താണ് അള്ളാഹു പറയണത്? ഫഅമ്മാ തക്ദീബുഹു ഇയ്യായ ഫസഅമ അന്നി ലാ അഖ്ദിറു അൻ ഉഈദഹു കമാ കാന. അവൻ എന്നെ കളവാക്കി എന്ന് പറഞ്ഞത് അവന്റെ ഈ വാക്കാണ്. എന്താ മനുഷ്യന്റെ വാക്കെന്നറിയോ? എന്നെ ആദ്യം സൃഷ്ടിച്ചതുപോലെ അള്ളാഹു എന്നെ വീണ്ടും സൃഷ്ടിക്കുന്നതല്ല തന്നെയെന്ന്. ഇതെന്റെ പേരിൽ അവൻ പറഞ്ഞ കളവാണ്. നിരീശ്വര നിർമ്മതവാദികൾക്കുള്ള റദ്ദ് മറുപടി, അത്തരം എല്ലാ ചിന്താഗതിക്കാർക്കുമുള്ള മറുപടി. ഒന്നാമത്തെ നിരീശ്വരവാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മക്കത്തെ മുശ്രിക്കുകളിൽപ്പെട്ട ആ മക്കയിലുണ്ടായിരുന്ന 5ഓളം പ്രബലരായ ഗ്രൂപ്പുകളാണ്, ഗോത്രങ്ങളാണ്. അവര് പറഞ്ഞു, ഇൻഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ. ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു, കാലമല്ലാതെ നമ്മെ നശിപ്പിക്കുന്നില്ല എന്ന വാദം പറഞ്ഞു. ആര്? അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് അംഗീകരിക്കുകയും പരലോകത്ത് അവിശ്വസിക്കുകയും ചെയ്ത മക്ക മുശ്രിക്കുകളുടെ ഗ്രൂപ്പിൽപ്പെട്ട ചിലർ. ഒന്നാമത്തെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലുള്ള നിർമ്മതവാദികൾ അവരായിരുന്നു. അത് ഏത് കാലഘട്ടത്തിലുണ്ടോ, ഇനി മനുഷ്യൻ അവസാനിക്കണവരുണ്ട്, അവർക്കൊക്കെ ഇത് ബാധകമാണ്. രണ്ടാമത് എന്നവൻ പഴിച്ചതെന്താ അറിയോ? ഇയ്യായ ഫഖൗലുഹു ലീ വലദുൻ, എനിക്കൊരു സന്താനമുണ്ട് എന്നവൻ പറഞ്ഞതാണ് എന്നെ പഴി പറഞ്ഞത്. ശത്മ എന്ന് പറഞ്ഞാൽ ശരിക്കും ചീത്ത പറയാന്ന് പറയും, അല്ലെ എനിക്കെതിരെ അപവാദം പറഞ്ഞെന്താ? എനിക്കൊരു സന്താനമുണ്ട്. ഫസുബ്ഹാനി അൻ അത്തഖിദ സാഹിബതൻ ഔ വലദ, ഒരു ഇണയെയോ അല്ലെങ്കിൽ സന്താനത്തെയോ സ്വീകരിക്കുന്നതിൽ നിന്ന് ഞാൻ മഹാപരിശുദ്ധനത്രേ. സുബ്ഹാനീന, അള്ളാഹിനെ കുറിച്ച് തന്നെ സ്വയം പറഞ്ഞതാണ്, ഞാൻ സ്വയം പരിശുദ്ധനാണ്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ 4482 നമ്പർ ഹദീസാണ്. അല്ലാഹു അക്ബർ കബീറ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ കിതാബ് ഓതുന്നവരാണ്. ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന്റെ ലക്ഷ്യമെന്ത് എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഓതിപ്പോയ സൂറത്തുൽ കഹ്ഫിന്റെ 4-ാമത്തെ ആയത്ത് നമ്മൾ ഓതിയതാണ്. എത്ര ആളതിന്റെ അർത്ഥം പഠിച്ചു എന്ന് എനിക്കറിയില്ല. നമ്മൾ ഓതിയതാണ്. അവിടെ അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത്? എന്തിനാണ് ഖുർആൻ? റബ്ബ് പറയാണ്, വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ്. അതാണ് ജിഹാദൻ കബീറ, ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്. അല്ലാഹു അക്ബർ. എന്തിനാ ഖുർആൻ? ഇന്ന് നമ്മൾ ഓതിയതാണ് സൂറത്തുൽ കഹ്ഫ്, അല്ലെങ്കിൽ ഇന്നലെ മഗ്‌രിബിന് ശേഷം ഓതിയതാണ്. നമ്മൾ ളുഹറിന്റെ മുമ്പ് ജുമാക്ക് മുമ്പ് ഇവിടേക്ക് കയറുന്നവരെ സമയത്ത് നമ്മൾ ഓതിപ്പോയതാണ്. അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടി. ആരത് പറഞ്ഞത്? യഹൂദന്മാര് പറഞ്ഞു, ക്രൈസ്തവർ നസ്വാറാക്കൾ പറഞ്ഞു, മക്കാ മുശ്രിക്കുകൾ ഇവരൊക്കെ പുത്രവാദം ഉന്നയിച്ചവരാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താ? തൊട്ടവരി 5-ാമത്തെ ആയത്ത് 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫ് അല്ലാഹു പറയാണ്,
മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം كبرت كلمة تخرج من أفواههم إن يقولون إلا كذبا. അവർക്കാകട്ടെ, ഈ പുത്രവാദം ഉന്നയിച്ചവർക്കാകട്ടെ, അതിനു മുമ്പ് ജീവിച്ചുപോയ അവരുടെ പിതാക്കൾക്കാകട്ടെ, ഈ വാദത്തെക്കുറിച്ചുള്ള യാതൊരു അറിവുമില്ല. ഇങ്ങനൊന്നുണ്ടോ ഇല്ലെന്ന് അവർക്കറിയില്ല. അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ആ വാക്ക് പുത്രവാദം, അതെന്താണ്? ഗുരുതരമായിരിക്കുന്നു. 2, അവർ കള്ളമല്ലാതെ പറയുന്നില്ലെന്ന്. 2 അപവാദമാണ് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. ഒന്ന് ശിർക്ക്, അവർ ചെയ്ത ശിർക്ക്. അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്ന പേരിൽ ആ പുത്രനിലൂടെ അള്ളാഹുവിലേക്ക് നേരെ പുത്രനിലേക്ക് പച്ച ശിർക്കും കുഫറും. 2ാമത്തത്, അവർ ചെയ്ത കുഫറിനും ശിർക്കിനും അവർ കളവ് പറഞ്ഞു സ്ഥാപിക്കാൻ. 2 അപരാധം. അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കണം. പ്രിയമുള്ളവരെ, അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്നുള്ള വാദം കാരണം എന്താ സംഭവിക്കുക? എന്താ അങ്ങനെ പറഞ്ഞപ്പോ പ്രശ്നം? നമ്മൾ ചില ആളുകൾ കാലിക്കും, അത് അവരുടെ വിശ്വാസമല്ല, അവരെങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്കെന്താ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട വാക്കാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അവരുടെ വിശ്വാസല്ലേ, നിങ്ങൾക്കെന്താ, ലക്കും ദീനുക്കും വലിയ ദീനല്ലേ? ശരിയാണ്. അതിന്റെ ആദ്യം വായിച്ചാൽ അവസാനം പറയുമ്പോ പറയണമെന്ന് മനസ്സിലാവുക. ആദ്യം വായിച്ചാൽ നബിന്റെ അടുത്തേക്ക് വരികയാണ്, മുർസലായ റിപ്പോർട്ട് അനുസരിച്ച് സ്വഹീഹാണ്. നബിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, 1 കൊല്ലം നീ ആരാധിക്കുന്നതും ഞങ്ങൾ കൊണ്ടിടക്കണമൊക്കെ ഞങ്ങൾ സ്വീകരിച്ചോളാം. അടുത്തത്, ഞങ്ങൾ ആരാധിക്കുന്നതിനെ കൂടി നീ ആരാധിക്കണം. അപ്പോഴാ പറഞ്ഞത് അവസാനം ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലാതെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും എല്ലാ സത്യവും എല്ലാ സൽക്കാരങ്ങൾക്കും ഇടയിൽ നിന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞാനും ലക്കും ദീനുക്കും വലിയ ദീൻ, അങ്ങനെയല്ല. ഇന്ന് ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കിയത്. വല്ലാഹുൽ മുസ്തആൻ. ആദർശപരമായ വ്യതിരിക്തത, കുഫ്ർ തന്നെ. ലക്കും ദീനുക്കും എന്ന് പറഞ്ഞാൽ കുഫ്ർ എന്നതിന്റെ മാന, വലിയ ദീൻ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം. ഇവിടെ തഫ്സീർ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇംഗ്ലീഷിലും അറബിയിലും പല ഭാഷയിലും 200 ചില്ലാനും ഭാഷയിൽ അതിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ. എന്തായിത്തറിയോ? വഖാലു ഇത്തഖദർ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദാ تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. റഹ്മാനായുള്ളവൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അപ്രകാരം പറഞ്ഞവരെ അവരോട് പറയാണ്, തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാണ്. ഈ വാദനിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും, എന്താപ്പ അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും, അല്ലെങ്കിൽ എന്തേ ഒരു ആശംസ നേർന്നാൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും, അല്ലെങ്കിൽ എന്തേ ഒരു കേക്ക് മുറിച്ച് അണ്ണാക്കിലേക്ക് തിരികിയാൽ ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകും. എന്ത് കാരണത്താൽ എന്നറിയോ? എന്ത് കാരണത്താൽ? അതെ, റഹ്മാനായ അള്ളാഹ്ക്ക് സന്താനമുണ്ട് എന്നവർ വാദിച്ചത് നിമിത്തം. സുബ്ഹാനല്ലാഹ്. 19-ാം അധ്യായം സൂറത്ത് മറിയം 88 മുതൽ 91 വരെ. ഇപ്പൊ തന്നെ വായിച്ചോളിയും ജുമാ കഴിഞ്ഞ ഉടനെ. ഈ ആയത്തിനൊരു തഫ്സീറുണ്ട്. അൽഹംദുലില്ലാഹ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, റഈസുൽ മുഫസ്സിരീൻ, ഹബറുൽ ഉമ്മ, മക്കത്തെ മുഫസ്സിറായി അറിയപ്പെടുന്ന ആൾ, അദ്ദേഹം പറയാണ്, അതുപോലെ കഅബ്, ഫസിഅത്തിസ് സമാവാതു വൽ അർദു വൽ ജിബാൽ വജമീഉൽ ഖലായിഖ ഇല്ല തഖലൈൻ وكادت أن تزول وغضبت الملائكة واستعرت جهنم حين قالوا اتخذ الله ولدا. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞപ്പോൾ മനുഷ്യരും ജിന്നുകളും ഒഴികെ, അതാണ് തഖലൈൻ, അവരൊഴികെ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും മറ്റ് സർവസൃഷ്ടിജാലങ്ങളും അവ ഇല്ലാതായി പോകുമാറ് ഭയന്നു വിറച്ചു. 1. 2 മലക്കുകൾ കോപാകുലരായി. 3 നരകം കത്തിജ്വലിച്ചു. ഇമാം ബഗവിയുടെ തഫ്സീർ. എന്നാൽ മുസ്ലിം നാമധാരികളായ ചിലർ ഭയന്നത്
ഇതിനോട് സഹകരിക്കാതിരുന്നാൽ അവരുടെ ബിസിനസ് തകരുമോ എന്നാണ് അവര് ഭയന്നത്. ആളുകൾ കോപിക്കുമോ എന്നാണ് അവര് ഭയന്നത്. നാം തീവ്രതയുള്ളവരാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമോ എന്നതാണ്. പ്രിയമുള്ളവരെ, ആദർശം നിലനിർത്തുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്താൽ നമ്മുടെ ഉപജീവനം റിസ്ഖ് കുടുസായി പോകുമോ എന്നാണ് ചില മുസ്ലിം നാമധാരികൾ ഭയന്നത്. വൽഇയാദു ബില്ലാഹ്. അല്ലാഹുവിൽ അഭയം. അതുകൊണ്ട് എന്തുണ്ടായെന്നറിയോ? അതിനാൽ അവർ ഈ പുത്രവാദത്തെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ പരസ്യ ബോർഡുകളും ഓഫറുകളും വെച്ച് ഈ പച്ചക്കുഫറിനെ വരവേൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവരുടെ മനസ്സിലൊരു പേടി പോലുമില്ല. ഞങ്ങൾ എന്തിനെ സപ്പോർട്ട് ചെയ്യണത്? കുഫറിനെയാണ്. ഞങ്ങൾ എന്തിനെ സപ്പോർട്ട് ചെയ്യണത്? ശിർക്കിനെതിരെയാണ്. ഞങ്ങൾ ആരുടെ മാർഗത്തിലുള്ളവരാ? ഇബ്രാഹിമിന്റെ മാർഗത്തിലുള്ളവരാ, തൗഹീദിന്റെ മാർഗത്തിലുള്ളവരാ. പക്ഷേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണത് ആരെയാ? ശിർക്കിനെയാണ്. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വല നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം മുസ്ലിമാണ്, മുശ്രിക്കല്ല, യഹൂദിയല്ല, നസ്റാനിയല്ല. ആ മാർഗമാണ് ഇസ്ലാം. അല്ലാഹു തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ, ശിർക്കിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസികും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. നിങ്ങൾ ഇരിക്കുന്ന ആൾക്കാർ ഒന്നും കൂടി ഇങ്ങോട്ട് സദസ്സിലേക്ക് സൊഫ് കറക്റ്റാക്കിയിരുന്നാൽ പുറകിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളിൽ തന്നെ കയറിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സൊഫ് കറക്റ്റാക്കിയിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ നബിയെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു വാക്കുണ്ട്. ഈ വാക്കുകൾ പഠിച്ചു വെക്കണം, കുറിച്ചു വെക്കണം. വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്തു സുഖ്റുഫ് അതിന്റെ 81, 82 ആയത്തിൽ അള്ളാഹ് പറയുന്നത്, അള്ളാഹ്ക്ക് ഒരു പുത്രൻ ഉണ്ടായിരുന്നെങ്കിൽ ആ പുത്രൻ എന്ന നിലക്ക് അതിനാദ്യം ആരാധിക്കുന്നവൻ ഈ മുഹമ്മദ് നബി ആകുമായിരുന്നു എന്ന്. അല്ലാത്ത വാക്കാണ്. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പുത്രൻ ഉണ്ടെങ്കിൽ, ഈസാ നബി പുത്രനാണെങ്കിൽ ആ നബി ആദ്യം പുത്രനായി കണ്ടിട്ട് ആരാധിക്കുക ഞാനാകുമായിരുന്നു. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. എന്താ വാക്കറിയോ? ഖുൽ, പറഞ്ഞു കൊടുക്ക നബി. قل إن كان للرحمن ولد فأنا أول العابدين سبحان رب السماوات والأرض رب العرش عما يصفون. പറയുക നബിയെ, റഹ്മാനായുള്ളവന് സന്താനമുണ്ടായിരുന്നുവെങ്കിൽ ഞാനായിരിക്കും, ഈ മുഹമ്മദ് ആയിരിക്കും അതിനെ ആരാധിക്കുന്നവരിൽ ഒന്നാമൻ. എന്നാൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്, അർശിന്റെ റബ്ബ്, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് എത്രയോ പരിശുദ്ധനത്രേ. 43-ാം അധ്യായം 81, 82 അല്ലാഹ് പറയാം. അപ്പൊ ഇത്രയും പറയുമ്പോ സ്വാഭാവികമായി നമ്മുടെ നാടുകളിൽ പുത്രവാദത്തിൻ്റെതായി അവതരിപ്പിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഈസാ നബിന്റെ പേരിലാണ്. അപ്പൊ ആരാ ശരിക്കും ഈസാ നബി? വിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായം 6-ാമത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദ 72, 73 വേറെയും കാണാം. ഞാൻ ഒന്ന് മാത്രം പറയാം. അദ്ദേഹം ആരല്ല? അള്ളാന്റെ പുത്രനല്ല. അദ്ദേഹം ആരാണ്? നബിയും റസൂലുമാണ്. തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും ശേഷം വരുന്ന അഹ്മദ് അഥവാ മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമാണ്. ആര് പറഞ്ഞു? ഈസാ നബി തന്നെ പറയുന്നതായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, വഇദ് ഖാല ഈസ ഇബ്നു മർയമ യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. മറിയമിന്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭം, ഇസ്രായേലി സന്തതികളെ, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹ്മദ് അഥവാ മുഹമ്മദ് എന്ന പേരുള്ള ദൂതനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ റസൂലായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. അപ്പൊ അദ്ദേഹം ആരല്ല? പ്രവാചകനാണ്, പുത്രനല്ല. മുസ്ലിമേ, ഞാൻ ചോദിക്കണം മുസ്ലിങ്ങളോടാണ്, വേറെ പുറത്താരോടും ചർച്ചല്ല. മുസ്ലിമേ, എന്നിട്ടും നീ എങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ മഹാനായ പ്രവാചകന്റെ പേരിലുള്ള
ഈ ആഘോഷത്തിന്, ഈ സത്യനിഷേധത്തിന്, കുഫറിന് നീ എങ്ങനെ ആശംസകൾ നേരും? പുത്രവാദത്തിന്റെ ആഘോഷങ്ങളിൽ നീ എങ്ങനെ പങ്കുചേരും? സുബ്ഹാനല്ലാഹ്. ഈ കളവ്, ഈ പുത്രവാദം സ്ഥാപിക്കാൻ നീ നിന്റെ സ്ഥാപനത്തിൽ എങ്ങനെ പരസ്യ ബോർഡ് വെക്കും? ഡിസ്കൗണ്ട് ഓഫറുകൾ. ഞാൻ വീണ്ടും ആവർത്തിക്കാം, എങ്ങനെ നമ്മൾ വെക്കും? അത് പറ്റൂലല്ലോ. കാരണം അല്ലാഹ് പറഞ്ഞല്ലേ, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു മൂവരിൽ ഒരുവനാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വസിച്ചിരിക്കുന്നു. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ്, ഏക ഇലാഹല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന്. വഇല്ലം യൻതഹു അമ്മാ യഖൂലൂൻ ലയമസ്സന്നല്ലദീന കഫറൂ മിൻഹും അദാബുൻ അലീം. അവർ ഈ പുത്രവാദം ഉന്നയിക്കുന്ന നസാറാക്കൾ ആ പറയുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവർക്ക് ബാധിക്കുക ചെയ്യും. സൂറത്ത് മാഇദ 5-ാം അധ്യായം 72-73 ആയത്ത്. ഈ ആയത്ത് മുന്നിൽ വെച്ചിട്ട് ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ, ദീനങ്ങട് പൊളിഞ്ഞാലും സാരല്ല, മതമൈത്രി പുലരട്ടെ എന്നാണോ? ദീനങ്ങട് പൊളിഞ്ഞാലും കുഴപ്പമില്ല, നാടിന്റെ സ്ഥിതിവിശേഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഭയപ്പെടുന്നത് വരരുത് എന്ന നിലക്കാണോ? വല്ലാഹുൽ മുസ്തആൻ. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ദീന് പൊളിഞ്ഞാലും കുഴപ്പമില്ല, ഓന്റെ നിലവിലുള്ള കാര്യങ്ങളൊന്നും പൊളിയാൻ പാടില്ല. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ആളുകളോടും വ്യത്യസ്ത നാമത്തിലും ശൈലിയിലും അവരനുഷ്ഠിക്കുന്ന ആഘോഷങ്ങളോടും മനസ്സാ വാചാ കർമ്മണ നാം ചാഞ്ഞുകൊടുത്താലോ? റഹ്മാനായ റബ്ബ് മുന്നറിയിപ്പ് നൽകുന്നു. എന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതീഉല്ലദീന കഫറൂ യറുദ്ദൂകും അലാ ആഖാബികും ഫതൻഖലിബൂ ഖാസിരീൻ. 3-ാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാൻ 149-ാമത്തെ ആയത്ത്. മുഅ്മിനുകളെ, അല്ലാഹ് നമ്മളെ വിളിക്കാൻ, മുഅ്മിനുകളെ, സത്യനിഷേധികളെ, കാഫിറുകളെ നിങ്ങൾ അനുസരിച്ചു പോയാൽ അവർ നിങ്ങളെ പുറകോട്ട് തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരായി പോകുന്ന. ഇവിടെ യറുദ്ദൂകും അലാ ആഖാബികും എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ പുറകോട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഐ ഇലൽ കുഫർ, നിങ്ങളെ കുഫറിലേക്ക് തന്നെ മടക്കി കൊണ്ടുപോകുന്നതാണ്. എന്താണ് അല്ലാമ ഹാഫിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പൂർവികരെ തൊട്ട് തഫ്സീർ പറഞ്ഞത്? നിങ്ങൾ യഹദ്ദിറു തആല ഇബാദഹുൽ മുഅ്മിനീന അൻ ത്വാഅത്തിൽ കാഫിരീന വൽ മുനാഫിഖീൻ ഫഇന്ന ത്വാഅതുഹും തൂരിസുർ റദാ ഫിദ്ദുനിയ വൽ ആഖിറ. കാഫിറുകളെയും മുനാഫിഖുകളെയും അനുസരിക്കുന്നതിനെതിരെ അള്ളാഹു തന്റെ മുഅ്മിനീങ്ങളായ അടിയാന്മാർക്ക് മുന്നറിയിപ്പ് നൽകണം. കാരണം അവരനുസരിക്കൽ ദുനിയാവിലും ആഖിറത്തിലും നാശമുണ്ടാക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. അപ്പൊ ചെറിയൊരു സംശയം ഉണ്ടാവും, അപ്പൊ നമുക്ക് മാനുഷികമായ ബന്ധങ്ങൾ പാടില്ലേ? തീർച്ചയായും മാനുഷികമായ ബന്ധങ്ങൾ പാടുണ്ട്. ഇടപാടും ഇടപെടലുകളും പാടും. നബി മരിക്കുമ്പോ നബിയുടെ പടയെങ്കി ജൂതന്റെ പൊരയിലാണ്. പക്ഷെ ലന അഅമാലുന വലക്കും അഅമാലുക്കും, ലന അഅമാലുന വലക്കും അഅമാലുക്കും. പട്ടിണി കിടന്നാൽ ഭക്ഷണം കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കണം. ദാഹിച്ച വെള്ളം കൊടുക്കണ്ടേ? വെള്ളം കൊടുക്കണം. രോഗിയായാൽ ശുശ്രൂഷിക്കണ്ടേ? ശുശ്രൂഷിക്കണം. റോട്ടിൽ വീണ് നടന്നാൽ എടുത്തോണ്ടേ ആശുപത്രി കൊണ്ടുപോകണം. മാനുഷികമായ എല്ലാ ബന്ധങ്ങളും വേണം. അത് ഉമ്മയും ബാപ്പയാണെങ്കിലോ ഉമ്മയെയും ബാപ്പയെയും പോലെ തന്നെ നോക്കണം. കാഫിറായ മുസ്ലിം അല്ലാത്ത ഉമ്മയും ബാപ്പയാണെങ്കിലോ എങ്ങനെയാണോ മുസ്ലിമായ ഉമ്മാനും ബാപ്പനും നോക്കണത് അങ്ങനെ തന്നെ നോക്കണം. പക്ഷേ ആദർശത്തിൽ ഒഴികഴിവില്ല. അവിടെയാണ് ലക്കും ദീനുക്കും വലിയ ദീൻ. അള്ളാഹ് പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹ് പറഞ്ഞ വാക്കെന്നറിയോ? വളരെ ശക്തമായ താക്കീതാണ്. കുഫറിനോട് ചാഞ്ഞാൽ, ശിർക്കിനോട് ചാഞ്ഞാൽ എത്രത്തോളം അറിയോ? വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ, അതിനകത്തൊരായത്തുണ്ട്, ലാ യശ്ഹദൂന സൂർ, സൂറിന് സാക്ഷ്യം വഹിക്കാത്തവരാണ് അവർ. ആ ആയത്തിന് 9-ഓ 10-ഓ തഫ്സീറുണ്ട്. എല്ലാം സ്വഹീഹാണ്, എല്ലാം ഒന്നിനോടൊന്ന് ചേർന്നതാണ്. അതിൽ ഒന്നാമത്തെ എന്താ പറയുക? സൂർ എന്ന് പറഞ്ഞാൽ അശ്ശിർക്കാണ്, ശിർക്കിനോട് സഹവാസിക്കാത്തവരാണ്. രണ്ടാമത്തെ എന്തറിയോ? പൂർവികര് മുഴുവൻ ഉദ്ധരിക്കാണ്, ഹിയ അഅയാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ ആഘോഷങ്ങളോട് സഹവസിക്കാത്തവരാണ്. വല്ലദീന ലാ യശ്ഹദൂന സൂർ വഇദാ മർറൂ ബില്ലഗ്വി മർറൂ കിറാമ. ആയത്തും തഫ്സീറുകൾ പരിശോധിച്ചു നോക്കി. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു ആയത്ത് മാത്രം പറഞ്ഞിട്ട് എന്തായത്തറിയോ? ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله وما لكم
മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറൂൻ. അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചായരുത്. ഇവിടെ ലമൂ എന്ന് പറഞ്ഞാൽ അശ്ശിർക്ക് എന്നാണ് തഫ്സീർ. ശിർക്കിന്റെ അഹലുകാരിലേക്ക് നിങ്ങൾ ചായരുത്. എങ്കിൽ ശിർക്കിന്റെ ആളിലേക്ക് നിങ്ങൾ ചാഞ്ഞാൽ അത് ഭൂരിപക്ഷ ചെറുക്കായാലും ന്യൂനപക്ഷ ചെറുക്കായാലും, ഏത് ഭൂരിപക്ഷ ചെറുക്കായാലും ന്യൂനപക്ഷ ചെറുക്കായാലും ശിർക്കിലേക്ക് നിങ്ങൾ ചാഞ്ഞാൽ, ഈ സമുദായത്തിനകത്തുള്ള ശിർക്കായാലും സമുദായത്തിന് പുറത്തുള്ള സമുദായങ്ങളുടെ ശിർക്കായാലും ചാഞ്ഞാൽ നരകം നിങ്ങളെ സ്പർശിക്കും. അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരി ഉണ്ടാവില്ല, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടില്ല എന്നാണ്. ഇത് ഞാൻ പറയുമ്പോൾ ആയത്ത് നിങ്ങൾ ഓതിട്ട് നിങ്ങൾ അർത്ഥം പറഞ്ഞല്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് പറയാണ്, വലാ തർക്കനു ഇലല്ലദീന വലമു. ശിർക്ക് ചെയ്തവരെ ഭാഗത്തേക്ക് നിങ്ങൾ ചായരുതെന്ന് പറഞ്ഞാൽ ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വലാ തമീലൂന, നിങ്ങൾ ചായരുത് എന്നാണ്. ഏത് ശിർക്കിന്റെ അഹലുകാരിലേക്ക് നിങ്ങൾ ചായരുത്. എത്രത്തോളം? മഹാനായ സുഫിയാൻ തൗരി റഹ്മഹുല്ലാഹ് പറഞ്ഞു, ലാ തദ്നു, നീ വഴങ്ങിക്കൊടുക്കരുത്, അതിനടുത്തേക്ക് തന്നെ പോകാൻ പാടില്ല. എന്തായത്? വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂന. ദലീലതാണ്. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനു. നീ മുഹമ്മദ് നബിയെ താങ്കൾ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ, മയപ്പെടുത്തി കൊടുത്തിരുന്നെങ്കിൽ അവരും വഴങ്ങിത്തരും. എന്താണ് മയപ്പെടുത്തി തരും. അതുകൊണ്ട് മയപ്പെടുത്തി കൊടുക്കാൻ പാടില്ല. അസ്സാലിസ്, മൂന്നാമത്തത്, ലാ തർലൗ അഅമാലഹും ഖാലഹു അബുൽ ആലിയ റഹിമഹുല്ലാഹ്. താബീഈങ്ങളിൽപ്പെട്ട ആൾക്കാർ അവരൊക്കെ പറയാണ്, അവരുടെ അമലുകളിൽ നിങ്ങൾ തൃപ്തരാകരുത്. ശിർക്കിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒരു വാക്കൊരിക്കൽ കൂടി ആവർത്തിക്കാണ്. അത് ന്യൂനപക്ഷമായ OBC ലിസ്റ്റിലുള്ള മുസ്ലിം സമൂഹത്തിനകത്ത് നടക്കുന്ന ശിർക്കായാലും നമ്മുടെ പുറത്തുള്ള ശിർക്കായാലും ശരി, ഒരു ശിർക്കിനോടും സഹകരിക്കാൻ പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പ്രാർത്ഥനകളുടെ പുസ്തകത്തിൽ കാണാം. ഞാൻ ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ വന്ന ആ ആയത്തും ആയത്തിന്റെ തഫ്സീറുണ്ട്. ആയത്ത് മാത്രം പറയും, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان وجعلنا من الراشدين. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സത്യവിശ്വാസത്തെ പ്രിയങ്കരമാക്കി തരികയും ഞങ്ങളുടെ ഹൃദയത്തിൽ അത് അലങ്കൃതമായി തോന്നിക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, അവിശ്വാസവും അധർമ്മവും അല്ലാഹുവോടുള്ള അനുസരണക്കേടും ഞങ്ങൾക്ക് അനിഷ്ടകരമാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നീ നേർമാർഗം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ പ്രാർത്ഥന നമ്മൾ നിലനിർത്തണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക പോലുള്ള പ്രാർത്ഥന നമ്മൾ നിലനിർത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ശിർക്കിൽ നിന്നും ശിർക്കിന്റെ അഹലുകാരെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا